പത്മകുമാറിനെ കൈവിട്ടോ എന്നാണ് ചോദ്യം. ശബരിമല സ്വർണ്ണമോഷണത്തിൽ സ്മൃതി. പത്മകുമാറിനെ കൈവിട്ടിരിക്കുന്നു തൽക്കാലം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം പല നേതാക്കളുടെയും പ്രതികരണങ്ങളിൽ തന്നെ അത് വ്യക്തമാണ്. നേരത്തെ ഈ ആരോപണങ്ങളും കേസും ഉയർന്നു വരുന്ന ഘട്ടത്തിൽ പലപ്പോഴായി CPM ആയാലും സർക്കാർ പ്രതികരണമായാലും വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ദേവസ്വം ബോർഡിനെതിരെ പറഞ്ഞിട്ടില്ലല്ലോ, ദേവസ്വത്തിലെ ചില ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രമാണ് അന്വേഷണം നടക്കട്ടെ എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ ബോർഡ് തന്നെ ഇപ്പോൾ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കട്ടെ എന്ന് പറയുമ്പോൾ തന്നെ ഈ നേരത്തെ സംരക്ഷണമുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ഇപ്പോൾ സംരക്ഷിക്കുന്ന പ്രതികരണങ്ങൾ വരുന്നില്ല എന്നുള്ളതാണ്. പത്മകുമാർ CPMന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് തന്നെയായിരുന്നു. CPMന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ബന്ധമുള്ള അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു നേതാവ് തന്നെയായിരുന്നു. നമുക്കറിയാവുന്ന പോലെ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട അന്ന് അദ്ദേഹമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. യുവതീ പ്രവേശത്തിൽ അദ്ദേഹത്തിന് മറ്റൊരു വ്യത്യസ്ത നിലപാടായിരുന്നു. യുവതീ പ്രവേശം പാടില്ല എന്ന നിലപാടായിരുന്നു. അപ്പോൾ അദ്ദേഹം പലപ്പോഴും അത് പരസ്യമായി പറയുകയും സർക്കാർ നിലപാടിന് വിരുദ്ധമായി പ്രതികരിക്കുകയും ചെയ്തപ്പോൾ സർക്കാരിനെ അന്ന് അത് ബുദ്ധിമുട്ടിലാക്കിയിരുന്നു. അതിനുശേഷം ചില പ്രതികരണങ്ങൾ മുഖ്യമന്ത്രിയിൽ നിന്ന് തന്നെ അന്ന് വന്നിരുന്നതായി ഓർക്കുന്നു. പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതികരിക്കാതെയായി. ഇതൊക്കെ ആ കാലത്തെ ഒരു കാര്യങ്ങളാണ്. അന്ന് ആ ബന്ധം വഷളായി, അത് പൂർണ്ണമായി അവസാനിച്ചു എന്ന് കരുതിയെങ്കിലും അങ്ങനെയല്ല. പിന്നീട് അദ്ദേഹം അത് മയപ്പെടുത്തി മാറി നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിലപാട് പറയാതിരിക്കുകയായിരുന്നു. പിന്നീടാണ് N. വാസു അവിടേക്ക് ആ സ്ഥാനത്തേക്ക് എത്തുന്നത്. ഇങ്ങനെയാണല്ലോ സംഭവിച്ചത്. അതവിടെ ഒരു കാര്യമായി നിൽക്കുന്നു. പിന്നീട് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അത് വേറെ ചില കാര്യങ്ങൾ, മറ്റു ചില ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്തിയത്. മാസങ്ങൾക്ക് മുമ്പുണ്ടായ സംഭവമാണ്. ഇപ്പോൾ ഈ വിവാദത്തിൽ ഈ പത്മകുമാറുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ദേവസ്വം വിജിലൻസ് അവിടെ പലപ്പോഴായി പല കാര്യങ്ങൾ, ഇതിപ്പോൾ സ്വർണവുമായി ബന്ധപ്പെട്ടല്ല, സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടല്ല, ദേവസ്വം വിജിലൻസ് അവിടെ പല കാര്യങ്ങളും ഇടപെട്ട് അവിടുത്തെ ക്രമവിരുദ്ധമായ അല്ലെങ്കിൽ അഴിമതി ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ ഇടപെട്ട് നടത്തിയ പ്രതികരണങ്ങളിൽ ദേവസ്വം വിജിലൻസുമായി ഒരു പോരിന് നിന്നിരുന്ന ഒരാളാണ് പത്മകുമാർ. അങ്ങനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നിലപാടിൽ മടുത്ത് ദേവസ്വം വിജിലൻസ് അതിൽ പിന്മാറിയതായിട്ട് അടക്കമുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് എന്താണ്? അത് സന്നിധാനത്ത് പൂജകൾക്ക് ബുക്ക് ചെയ്ത് സോപാനത്ത് എപ്പോഴും ദർശനം നടത്തുന്ന ഒരു വ്യവസായിക്കെതിരെ വിജിലൻസ് എടുത്ത നിലപാടായിരുന്നു. ആ വ്യവസായി അങ്ങനെ കൃത്യമായി വരുന്നു. ആ വ്യവസായി തന്നെ ചില മറ്റ് വ്യവസായികൾ അല്ലെങ്കിൽ സമ്പന്നരെ അവിടെ കൊണ്ടുവരുന്നു. അപ്പോൾ അതുവഴിയൊക്കെ പണമുണ്ടാക്കുകയാണ്. അതിനെതിരെ അന്ന് ശക്തമായി ദേവസ്വം വിജിലൻസ് നിലപാടെടുത്തപ്പോൾ അതിൽ ദേവസ്വം വിജിലൻസുമായി എതിർക്കുന്ന ഒരു വിഷയമുണ്ടായി. ഭക്തർ ഏറ്റവും ആഗ്രഹിക്കുന്ന പടിപൂജ പല രീതികളിലായി ഇദ്ദേഹം മുൻകൂർ ബുക്ക് ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കോടതി തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ ദർശനത്തിന് VIP ദർശനമില്ല എന്ന് പറഞ്ഞെടുത്താണ് ഇദ്ദേഹത്തിന് പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നത്. അദ്ദേഹം വഴി വേറെ പലർക്കും സൗകര്യങ്ങൾ ഒരുക്കുന്നു. അത്തരം ചില കാര്യങ്ങൾ, പിന്നെ അഷ്ടാഭിഷേകവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ അറിയുന്ന കാര്യങ്ങൾ മുമ്പ് നേരത്തെ നമുക്ക് അറിയുന്ന പോലെ തന്നെ കീഴ്ശാന്തിയുടെ സഹായിയായി വന്ന കാലമുണ്ടല്ലോ, അന്ന് തന്നെ അയാൾക്കുള്ള റോളിൽ നിന്നും വലിയ റോളുകളിലേക്ക് കടക്കാൻ ശ്രമിച്ചിരുന്നത്. ഇതാണ് 2014-15 കാലത്ത്. അന്ന് അദ്ദേഹത്തെ പുറത്താക്കാൻ ദേവസ്വം വിജിലൻസ് ശുപാർശ നൽകിയിരുന്നു എന്നാണ് പറയുന്നത്. അന്ന് പുറത്താക്കാൻ ശുപാർശ നൽകി. പിന്നെ പോറ്റി അവിടെ നിന്ന് മാറുന്നു, കുറച്ചു കാലത്തേക്ക് മാറുന്നു. പിന്നെ വരുന്നത് എങ്ങനെയാണ്? ഇവിടുത്തെ സ്പോൺസറായി എത്തുകയാണ്. അപ്പോൾ നേരത്തെയുള്ള കാര്യങ്ങൾ അറിയാത്തവരല്ലല്ലോ അവിടുത്തെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ജീവനക്കാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇയാൾക്ക് പൂർണ്ണമായും അവിടേക്ക് വരാനുള്ള സാഹചര്യം ഒരുക്കുകയും ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങൾ എന്നുള്ളത് ഞെട്ടിക്കുന്ന പല കാര്യങ്ങളുമാണ്. ഇപ്പോൾ ഈ പറയുന്ന ചെന്നൈയിലെ സ്ഥാപനം, എന്താണ് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ മൊഴി നൽകുന്ന ഒരു സംവിധാനം മാത്രമല്ല, ഇതിലൊരു കൂട്ടുപ്രതിയാവുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഹൈദരാബാദിൽ ആണല്ലോ ഇനി അടുത്ത അന്വേഷണം. ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഭാഗമായി അല്ലെങ്കിൽ സ്മാർട്ട് ക്രിയേഷൻസിനേക്കാൾ വിപുലമായൊരു സംവിധാനമാണ് ഹൈദരാബാദിലെ മന്ത്ര. അതിൻ്റെ ഉടമകളും ഈ പറയുന്ന പങ്കജ് ഭണ്ഡാരി തന്നെയാണെന്നാണ് അറിയാനാകുന്നത്. അപ്പോൾ മന്ത്രയിലേക്ക് യഥാർത്ഥ സ്വർണ്ണപ്പാളി കൊണ്ടുപോയി അവിടെ നിന്നും ഡ്യൂപ്ലിക്കേറ്റ് പാളിയാണോ ഇവിടേക്ക് എത്തിച്ചത് എന്നടക്കമുള്ള ഈ സ്വർണം ലയിപ്പിക്കുന്ന പരിപാടികളൊക്കെ അവിടെയാണോ ആ 39 ദിവസം നടന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരികയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ 2 FIRകളാണ് ഇട്ടിരിക്കുന്നത്. ഒന്ന് ഈ കട്ടിളയും വാതിലുമായി ബന്ധപ്പെട്ട കേസിൽ ആണ് ഈ ദേവസ്വം ബോർഡ് പ്രതിപട്ടികയിലേക്ക് വരുന്നത്. അടുത്ത കേസ് ഈ ദ്വാരപാലക പാളിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ 2 FIRകൾ. ഇപ്പോൾ കേസിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും പുറത്തേക്ക് വരരുത്, അത് കോടതിയിൽ സമർപ്പിക്കണമെന്നാണ് പറയുന്നതെങ്കിലും ചില കാര്യങ്ങളൊക്കെ ഇപ്പോഴും പുറത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ മുരാരി ബാബു ആരാണ് എന്നുള്ള ചോദ്യങ്ങളിലേക്ക് പോകുമ്പോൾ, മുരാരി ബാബു ഭാസ്കരൻ നായർ അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അവിടെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനായി കയറിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന് പ്രീ-ഡിഗ്രി വിദ്യാഭ്യാസം പോലും ഇല്ല. അങ്ങനെ അദ്ദേഹം NSSന്റെ കെയർ ഓഫിലാണ് വന്നത് എന്ന രൂപത്തിൽ അദ്ദേഹം തന്നെ അവിടെ ഒരു
പറഞ്ഞു വെക്കുക, ഞാൻ NSSന്റെ പ്രതിനിധിയായി എത്തുകയാണെന്ന് അദ്ദേഹം തന്നെ സ്വയം പറയുകയായിരുന്നു അത്രേ. ഭാസ്കരൻ നായരുടെ നോമിനിയായിട്ടാണ് അവിടെ വന്നത്. അദ്ദേഹം വന്ന് പടിപടിയായി അദ്ദേഹം ഉയർന്ന് ഇപ്പോൾ എത്തിയ പോസ്റ്റിൽ വരെ എത്തിയിരിക്കുന്നു. അതിനിടയ്ക്ക് അദ്ദേഹം ഉണ്ടാക്കിയ സമ്പത്ത്, അദ്ദേഹത്തിൻ്റെ വസതി, ഇതൊക്കെ തന്നെയും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമാക്കേണ്ടതാണ്. അങ്ങനെ നോക്കുമ്പോൾ അവിടുത്തെ ഈ പറയുന്ന പ്രതിപ്പട്ടികയിൽ വന്നിരിക്കുന്ന ഓരോ ജീവനക്കാരും ഏതൊക്കെ രൂപത്തിൽ വളർന്നിരിക്കുന്നു എന്ന് പരിശോധിക്കേണ്ടി വരും. മുരാരി ബാബുവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങൾ ആ തരത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ തന്നെയും SITയുടെ അന്വേഷണം പോകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. SIT അന്വേഷണം കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ നല്ല രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ED വരുന്നു എന്നുള്ള വിവരം കൂടി നമുക്ക് വരികയാണല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. ഏതായാലും ഇത് രാഷ്ട്രീയമായി വലിയ വിഷയമായിരിക്കുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി എന്ന് പറയുന്ന മാറി നിന്നുള്ള പ്രതികരണമാണ്. അത് അന്വേഷിക്കട്ടെ, സത്യം പുറത്തേക്ക് വരട്ടെ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെയായും തെളിവുകൾ വരുമ്പോൾ അപ്പോൾ പ്രതികരിക്കാമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷേ ഇപ്പോൾ മാറി നിൽക്കുന്നു. CPM-ലെ തന്നെ ചില നേതാക്കളുടെയെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റുകളായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പത്മകുമാറിൻ്റെ റോൾ എന്ത് എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ചില പോസ്റ്റുകൾ വരുന്നു. അന്നത്തെ ദേവസ്വം മന്ത്രിക്കും റോളില്ലേ എന്ന ചോദ്യം കൂടിയുണ്ട്. ദേവസ്വം മന്ത്രിക്കും റോളുണ്ട്, അന്നത്തെ ദേവസ്വം മന്ത്രിയിലേക്കും അത് എത്തുമോ എന്നുള്ളതാണ്. റോൾ എന്ന് പറയുന്നത് സ്വർണ്ണപ്പാളി അടിച്ചുകൊണ്ടുപോകുന്നില്ലല്ല, ഈ സ്വർണ്ണപ്പാളി അടിക്കുന്നവരുമായിട്ടുള്ള ബന്ധം അവർക്ക് അവിടെ ഒരു സ്വീകാര്യത ലഭിക്കുന്നതിനും അവർക്ക് അവിടെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിനുമുള്ള സാഹചര്യം ഒരുക്കുന്നതിൽ ഒക്കെ ഇവർക്കുള്ള റോൾ എന്ത് എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. അപ്പോൾ ആ രൂപത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ എല്ലാ ദേവസ്വം ബോർഡിലെയും സ്വത്തുക്കൾ ഓഡിറ്റ് ചെയ്യണമെന്നൊരു ആവശ്യം ഇപ്പോൾ കോടതിയിലേക്ക് ഹർജിയായി പോയിരിക്കുകയാണ്. ആ രൂപത്തിൽ ഇപ്പോൾ നമുക്കിപ്പോൾ മലബാർ ദേവസ്വത്തിൽ നിന്ന് തന്നെ എത്ര ക്ഷേത്രങ്ങളിലെ ക്രമക്കേടുകളാണ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ ചില ഉദ്യോഗസ്ഥർ കാരണം ഇപ്പോൾ ക്ഷേത്ര സ്വത്തുക്കൾ ഭക്തർക്ക് വിട്ടുകൊടുക്കണമെന്നുള്ള BJP ആവശ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. അതിൻ്റെ ഉത്തരവാദികളായവർ അവിടുത്തെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ്. പത്മകുമാറിന് ഒഴിഞ്ഞു നിൽക്കാനാവില്ല. അദ്ദേഹത്തിന് ശബരിമലയുമായി ബന്ധമുള്ള ഒരു കുടുംബമാണെന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധത്തിൽ തന്നെ എത്ര പേർക്ക് അവിടെ ജോലി ലഭിച്ചിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ കൂടി പരിശോധന കൊണ്ടുപോകേണ്ടതാണ്. Meet the editors.